എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ബഹുമാനപ്പെട്ട KP യോഹന്നാൻ ബിഷപ്പിൻ്റെ നിര്യാണത്തിൽ കേരളത്തിലുള്ളവരും ലോകത്തിലെ വിവിധ ഇടങ്ങളിലും അതിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതിനോടൊപ്പം ഞാനും അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് ദൈവം ആശ്വാസം പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട KP യോഹന്നാൻ എന്ന ദൈവദാസൻ്റെ ചില ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. നമുക്കറിയാം, അദ്ദേഹം തിരുവല്ലായിൽ നിരണം എന്ന സ്ഥലത്ത് ജനിച്ചു വളർത്തപ്പെട്ട്, ഒരു മർത്തമ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട്, സുവിശേഷ വേലയ്ക്ക് വേണ്ടി 16-ാമത്തെ വയസ്സിൽ ഡെഡിക്കേറ്ററായി ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന സുവിശേഷ സംഘടനയിൽ ചേർന്ന് ബഹുമാനപ്പെട്ട ജോർജ് ബർബർ എന്ന് പറയുന്ന കർത്തൃദാസൻ സ്റ്റാർട്ട് ചെയ്ത ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന് പറയുന്ന സംഘടനയിൽ പ്രവർത്തിച്ച് അവർക്ക് അദ്ദേഹം വീണ്ടും ഉപരിപഠനാർത്ഥം അമേരിക്കയിലേക്ക് വന്ന് ഇവിടെ ഒരു ക്രിസ്തീയ ബൈബിൾ കോളേജിൽ പഠിച്ച് അതിനുശേഷം അദ്ദേഹത്തിന് ടെക്സസിൽ തന്നെ ഒരു ബാപ്റ്റിസ്റ്റ് ചർച്ചിൽ അസോസിയേറ്റ് മിനിസ്റ്ററായിട്ട് ജോലി ലഭിച്ചു. അതിനിടയിൽ താൻ ഗസ്ല എന്ന് പറയുന്ന ഒരു ജർമ്മൻകാരിയെ വിവാഹം കഴിച്ചു. അവർ ജർമ്മനിയിൽ നിന്ന് അമേരിക്കയിൽ കുടിയേറി പാർക്കുന്ന ഒരു കുടുംബത്തിലെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെ ഒരു പെൺകുട്ടിയാണ് താൻ വിവാഹം കഴിച്ചത്. അങ്ങനെ താൻ സുവിശേഷ പ്രവർത്തനത്തിൽ വ്യാപൃതനായി ടെക്സസിലായിരുന്നു. ആദ്യകാലങ്ങളിൽ അദ്ദേഹം ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ പണത്തിന് വേണ്ടി കഷ്ടപ്പെട്ടു ഒരു ഗ്യാസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്ത് പ്രവർത്തിച്ചതായിട്ട് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം സുവിശേഷ വേലയിൽ വ്യാപൃതനായി വളരെ ദാരിദ്ര്യാവസ്ഥയിലാണ് അമേരിക്കയിൽ പാർത്തത്, ഭാര്യയും തൻ്റെ 2 മക്കളും. ആദ്യകാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ നിന്ന് ഞാൻ വായിച്ചറിഞ്ഞത്, അദ്ദേഹത്തിന് കാറില്ലായിരുന്നു. ഒരിക്കലൊരു അപ്പോയിൻമെൻറ്റ്, ഒരു സുവിശേഷ പ്രവർത്തനത്തിൻ്റെ അപ്പോയിൻമെൻറ്റ് തനിക്ക് വേറൊരു സംസ്ഥാനത്ത് ലഭിച്ചു. തനിക്ക് അവിടേക്ക് യാത്ര ചെയ്ത് പോകണം. മഞ്ഞിൻ്റെ കാലമാണ്. മഞ്ഞെല്ലാം റോഡിൽ വീണ് കിടക്കുന്നു. ആരോ ഒരു പഴയ കാറ് കൊടുത്തു. തനിക്ക് പോകേണ്ട സമയത്ത് ആ കാറിൽ യാത്ര ചെയ്ത് ഭാര്യയും താനുമായിട്ട് യാത്ര ചെയ്ത് പോവുകയാണ്. ടെക്സസിലേക്കാണെന്ന് എനിക്ക് തോന്നുന്നു. വേറൊരു സംസ്ഥാനത്താണ് താൻ താമസിച്ചുകൊണ്ടിരുന്നത്. അത് അർക്കൻസാസിലാണോ ഒക്ലഹോമയിലാണോ എന്നറിയത്തില്ല. ഏതായിരുന്നാലും അവിടുന്ന് അവർ യാത്ര ചെയ്ത് വഴിമധ്യേ കാറ് കേടായിപ്പോയി. നമുക്കറിയാം, ഇവിടെ മഞ്ഞുകാലത്ത് കാറിന് ഹീറ്റർ വേണം, വേനൽക്കാലത്ത് കാറിന് AC വേണം. വണ്ടി കേടായിപ്പോയി, ഹീറ്റർ വർക്ക് ചെയ്യുന്നില്ല, പുറത്ത് മഞ്ഞ് വീഴുന്നു, മഞ്ഞ് വീണ് കിടക്കുന്നു, ഭയങ്കര ശൈത്യം. താൻ ആ കാറിലോട്ട് കമണ്ണ് വീണെടുത്ത് പ്രാർത്ഥിച്ചു. എങ്ങനെയോ വണ്ടി സ്റ്റാർട്ടായി, ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. താൻ കാർ ഓടിച്ച് ആ സ്ഥലത്ത് ചെന്നുവെന്ന് ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത്രമാത്രം ദാരിദ്ര്യാവസ്ഥയിൽ അമേരിക്കയിൽ ജീവിച്ച ഒരു മനുഷ്യനാണ്. നാട്ടിൽ നമുക്കറിയാം, അദ്ദേഹം ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച വ്യക്തിയല്ല. അപ്പോൾ അമേരിക്കയിൽ എങ്ങനെയാണ് തനിക്ക്, ഇപ്പോൾ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് ഗസ്ലായുടെ പിതാവ് ഒരു വലിയ കപ്പൽ ഉടമയാണെന്നും വലിയ ബിസിനസ്സുകാരനാണെന്നും അവരിൽ നിന്ന് കിട്ടിയ പണം, അവരുടെ ദശാംശം കൊണ്ട് കിട്ടിയ പണമാണ് താൻ ഉപയോഗിച്ചതെന്നും ഒക്കെ ഒരു തെറ്റിദ്ധാരണ നമുക്കെല്ലാം ഉണ്ട്. എന്നാൽ
ഗസ്ല എന്ന് പറയുന്ന ആ സഹോദരി സാധാരണ കുടുംബത്തിലെ ഒരു സാധാരണക്കാരൻ്റെ എന്ന് പറഞ്ഞ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ഒരു മകളായിട്ട് ജനിച്ചു വളർന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് താൻ സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി ഡെഡിക്കേറ്റഡായി താൻ ഞങ്ങളുടെ കടയിൽ ഞാൻ ഒരു അപ്ലയൻസസ് ആൻഡ് റീസെയിൽ ഫർണിച്ചർ ബിസിനസ് നടത്തുന്ന സമയത്ത് അവിടെ വന്ന ഒരു സുവിശേഷ പ്രവർത്തകൻ, ഒരു വെള്ളക്കാരനായ മനുഷ്യനാണ്. അദ്ദേഹം എനിക്ക് ഒരു പുസ്തകം കൊണ്ട് തന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചു, നിനക്ക് KP യോഹന്നാനെ കുറിച്ച് അറിയാമോ? ഞാൻ പറഞ്ഞു, KP യോഹന്നാനെ കുറിച്ച് അറിയാം, ഇതിൻ്റെ പ്രസംഗങ്ങളൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ പുസ്തകം എന്നിട്ട് പറഞ്ഞു, നീ വായിക്കണം, അദ്ദേഹം ഒരു നല്ലൊരു ആത്മീയ മനുഷ്യനാണ്, വലിയ ദർശനമുള്ള ആളാണ്, പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങളെക്കുറിച്ച്. ഞാൻ ആ പുസ്തകം വായിച്ച സമയത്ത് അദ്ദേഹം അതിനകത്ത് എഴുതിയിരിക്കുന്നത്, ഇന്നുള്ള സുവിശേഷ വേലക്കാർ അമേരിക്കയിലും ആസ്ട്രേലിയയിലും യൂറോപ്പിലും എല്ലാം പോയി, കാനഡയിലുമൊക്കെ പോയി പണം സമ്പാദിക്കും. എന്നാൽ അത് കേരളത്തിലെ സുവിശേഷ വേലക്കാരെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ അത് ശരിക്കത് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിനിയോഗിക്കുന്നില്ല. സുവിശേഷീകരണത്തിനും സഭാപണിക്ക് വേണ്ടിയും വേലക്കാരെ സഹായിക്കുന്നതിന് വേണ്ടിയും കിങ്ഡം പണിയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നില്ല. അതെല്ലാം അവർ സ്ഥാപന ജംഗമ വസ്തുക്കൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയും സ്വന്തമായ എസ്റ്റേറ്റ് വാങ്ങിക്കുന്നതിന് വേണ്ടിയും സ്വന്തമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. ശരിക്കും ഈ പണമെല്ലാം സുവിശേഷ വേലയ്ക്ക് വേണ്ടി, ഫീൽഡിലേക്ക് ദൈവരാജ്യത്തിൻ്റെ വർധനവിന് വേണ്ടി അതെല്ലാം നമ്മൾ ഉപയോഗിക്കണമെന്നാണ് അദ്ദേഹം ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഇതെല്ലാം ഇവിടുത്തെയുള്ള വെള്ളക്കാരെ വളരെയധികം കടാൽ ആകർഷിച്ചു. നമുക്കറിയാം, ഇവിടെയുള്ള ഏറ്റവും പ്രൊട്ടസ്റ്റൻ്റ് സഭകളിൽ വെച്ച്, ഏറ്റവും സുവിശേഷീകരണ സഭകളിൽ വെച്ച്, പ്രൊട്ടസ്റ്റൻ്റ് സഭയിൽ വെച്ച് ഏറ്റവും ജനസംഖ്യയുള്ള സഭ സദേൺ ബാപ്റ്റിസ്റ്റ് എന്ന് പറയും. ഈ സദേൺ ബാപ്റ്റിസ്റ്റിലാണ് കൂടുതൽ ക്രിസ്തീയ വിശ്വാസികളുള്ളത്. അടുത്തത് പ്രൊട്ടസ്റ്റൻ്റിലുള്ളത് മെത്തഡിസ്റ്റ് ചർച്ചാണ്. പിന്നെ പ്രസ്ബിറ്റേറിയൻ ചർച്ചുണ്ട്. പിന്നെ ഇൻഡിപെൻഡൻറ്റ് ചർച്ചുകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടുതൽ ജനസംഖ്യയുള്ള സഭകളാണ്. ചിലപ്പോൾ 10,000 പേരടങ്ങുന്ന സഭ, 5,000 പേരടങ്ങുന്ന സഭ, 2,000 പേരടങ്ങുന്ന സഭ, 1,000 പേരടങ്ങുന്ന സഭ, 500 പേരടങ്ങുന്ന സഭ, 100 പേരടങ്ങുന്ന സഭ, ഇങ്ങനെ പല വിധത്തിലുള്ള സഭകൾ, പല ജനസംഖ്യ ഉള്ള സഭകളാണ് ഇവിടെയുള്ളത്. ഈ സദേൺ ബാപ്റ്റിസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് ധനപരമായി വളരെ സമ്പന്നരായിരിക്കുന്ന, എന്ന് പറഞ്ഞാൽ സഭയ്ക്ക് ധാരാളം പണമുണ്ട്, അതുപോലെ തന്നെ കുറച്ചെല്ലാം പണമുള്ള വ്യക്തികൾ, ഒരു 10% പണമുള്ള ആൾക്കാർ കടന്നു വരുന്ന സഭയാണ്. അപ്പോൾ അവിടുന്നാണ് വീണ്ടും ഇത് വ്യാപിച്ച് കാനഡയിലേക്കും യൂറോപ്പിലേക്കും ആസ്ട്രേലിയയിലേക്കും വ്യാപിച്ച് സൗത്ത് ആഫ്രിക്കയിലേക്കും വ്യാപിച്ച് അവിടെയുള്ള വെള്ളക്കാരുടെ ഇടയിൽ നിന്ന് ലഭിച്ച ഈ പണമാണ് ഇദ്ദേഹത്തിന് ലഭിച്ചത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗമെല്ലാം തന്നെ സുവിശേഷീകരണത്തെക്കുറിച്ചും നശിക്കുന്ന ആത്മാക്കളെക്കുറിച്ചും കഷ്ടപ്പെടുന്നവരെക്കുറിച്ചും പ്രത്യേകിച്ച് ദാരിദ്ര്യം അനുഭവിക്കുന്നതിനെക്കുറിച്ച്, ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ചേരികളെക്കുറിച്ച് പറയാറുണ്ട്. ചേരികൾ കഷ്ടപ്പെടുന്ന ഭവനരഹിതരായിരിക്കുന്നവർക്ക് വേണ്ടി പറയാറുണ്ട്. അവിടുത്തെ ദാരിദ്ര്യം അനുഭവിക്കുന്ന കുട്ടികളെക്കുറിച്ച് പറയാറുണ്ട്. നായ്ക്കളും കുട്ടികളും ഒരുമിച്ച് വളരുന്ന ചേരികളെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ച് പറയാറുണ്ട്. ഇവിടെയുള്ള ആദിവാസികളെക്കുറിച്ചും ദളിതരായിരിക്കുന്നവരെക്കുറിച്ച് പറയാറുണ്ട്, ഭവനരഹിതരായിരിക്കുന്നവരെക്കുറിച്ച് പറയാറുണ്ട്, അനാഥ കുട്ടികളെക്കുറിച്ച് പറയാറുണ്ട്, ബേസിക് നീഡ്സ് ഇല്ലാത്ത, ഭവനമില്ലാത്തവർ, ബേസിക് നീഡ്സ് ഇല്ലാത്ത, വസ്ത്രമില്ലാത്ത, അല്ലെങ്കിൽ നല്ല ശുചിത്വമില്ലാത്ത, നല്ല ഭക്ഷണ രീതിയില്ലാത്ത, അതുപോലെ തന്നെ നല്ല ശുദ്ധജലം ലഭിക്കാത്ത ജനങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം വാചാലമാകാറുണ്ട് പ്രസംഗത്തിനിടയിൽ. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ തുടക്കം വളരെ നന്നായിരുന്നു. അദ്ദേഹം വളരെ ദർശനത്തോടു കൂടിയാണ്, പുസ്തകത്തിൽ തന്നെ ഞാൻ വായിച്ച പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് തന്നെ വളരെയധികം ആത്മീയ ദർശനത്തോടു കൂടിയുള്ള തൻ്റെ തുടക്കമായിരുന്നു. കഷ്ടതയുടെ തീച്ചുളയിൽ കൂടെ കടന്നുപോയി. ഞാൻ പറഞ്ഞല്ലോ, ഗ്യാസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു സാധാരണ ബിലോ സ്റ്റാൻഡേർഡുള്ള ഒരു തൊഴിലാളിയായിട്ട് താനിവിടെ വർക്ക് ചെയ്തു. അമേരിക്കയിൽ ഏത് ജോലിയും
ആരും പുച്ഛമായി കാണത്തില്ല. അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. എങ്കിലും തൻ്റെ ദാരിദ്ര്യാവസ്ഥ ആദ്യകാലങ്ങൾ അമേരിക്കയിൽ ആയിരിക്കുമ്പോൾ തന്നെ എത്രമാത്രം ദാരിദ്ര്യത്തിൽ കൂടെ കടന്നുപോയ വ്യക്തിയായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തി ഈ സദേൺ ബാപ്റ്റിസ്റ്റ് ചർച്ചിനോടുള്ള ബന്ധത്തിലും മെത്തഡിസ്റ്റ് ചർച്ച്, ഇൻഡിപെൻഡൻറ്റ് ചർച്ചുകൾ എല്ലാം അദ്ദേഹത്തെ സഹായിക്കാൻ തുടങ്ങി. അദ്ദേഹം അവിടെ പ്രസംഗത്തിന് അവസരം ലഭിച്ചു. അദ്ദേഹം പോയി പ്രസംഗിച്ചു. ഏഷ്യയെക്കുറിച്ചും ഇന്ത്യയെക്കുറിച്ചും അവരുടെ ദാരിദ്ര്യാവസ്ഥയെക്കുറിച്ചും അവരുടെ സുവിശേഷം അറിയിക്കേണ്ടതിനെക്കുറിച്ചും. അമേരിക്കയിലുള്ളവരെല്ലാം തന്നെ പല പ്രാവശ്യം സുവിശേഷം കേൾക്കുന്നു. എത്രയോ ആയിരങ്ങൾ ലക്ഷങ്ങൾ ഇന്നും ഒരു പ്രാവശ്യം പോലും സുവിശേഷം കേൾക്കാതിരിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൺസേൺ ഇല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് വെല്ലുവിളിയോടുകൂടിയാണ് തൻ്റെ പ്രസംഗമെല്ലാം തന്നെ. ഇതിലെല്ലാം ആകർഷരായിരിക്കുന്ന വെള്ളക്കാർ അവർ അകം അഴിഞ്ഞ് ഈ തൻ്റെ അതിനുശേഷം താൻ GFA എന്ന് പറയുന്ന ഗോസ്പൽ ഫോർ ഏഷ്യ എന്നുള്ള സംഘടന ഉണ്ടാക്കി അതിലേക്ക് അകമഴിഞ്ഞ് അവർ സഹായിച്ചു. ഒന്ന്, ഇവിടുള്ള സാധാരണ വിശ്വാസികൾ, ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചോളം നമ്മൾ ഇവിടുത്തെ വിശ്വാസികളെക്കുറിച്ച് ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഇവിടുത്തെ ജനങ്ങൾ ഒരു സഭയിൽ 10,000 പേരുണ്ടെങ്കിൽ അതിൽ 10% മാത്രമേ കാണുകയുള്ളൂ പണക്കാരായിരിക്കുന്നവർ, ബിസിനസ്സുകാർ, അല്ലെങ്കിൽ നല്ല പ്രൊഫഷണൽ ജോലികളുള്ളവർ. ബാക്കിയുള്ളവരെല്ലാം സാധാരണ ജോലിക്കാരാണ്. മിഡിൽ ക്ലാസ്സോ ലോവർ മിഡിൽ ക്ലാസ്സോ ആയിട്ടുള്ള ആൾക്കാരാണ്, റെഗുലർ വർക്കേഴ്സാണ്. അവരെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കണം. അവരുടെ ഹാർഡ് ഏൺഡ് മണിയാണ് ഇദ്ദേഹത്തിന് ഈ ലഭിച്ചിരിക്കുന്നത്. അത് ധാരാളം പണമല്ല. ഒരു മാസം അവർ ചിലപ്പോൾ $25 ആയിരിക്കും ഒരു മാസം കൊടുക്കുന്നത്, ഓരോ വ്യക്തിയും, ഓരോ കുടുംബവും. ചിലപ്പോൾ ഒരു $50 ആയിരിക്കും കൊടുക്കും, ചിലപ്പോൾ $100 ആയിരിക്കും, ചിലപ്പോൾ $200 ആയിരിക്കും. പണമുള്ളവരൊക്കെ ആണെങ്കിൽ $500,000 മാസം കൊടുക്കുന്നവർ കാണും. അപ്പോൾ ഈ ഹാർഡ് ഏൺഡ് മണിയാണ്. ഇവരെങ്ങനെ ഈ പണം ഉണ്ടാക്കുന്നത് നാം ചിന്തിക്കണം. ഒരിക്കൽ എൻ്റെ കടയിൽ വന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു സാധനം വാങ്ങിക്കാൻ വന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരമെല്ലാം, അദ്ദേഹത്തിൻ്റെ വസ്ത്രമെല്ലാം മുഷിഞ്ഞിരിക്കുന്നു. ഒരു യോഗ്യനായിരിക്കുന്ന വെള്ളക്കാരനായ പയ്യൻ. അദ്ദേഹത്തിന് ചോദിച്ചു, നീ എന്ത് വർക്കാണ് ചെയ്യുന്നത്? നീ എങ്ങനെയുണ്ട്? ഹൗ ആർ യു ഡൂയിങ്? മേൻ, ഐ വർക്ക് ലൈക്ക് എ ഹീബ്രൂ സ്ലേവ്. അവൻ പറഞ്ഞത്, ഞാൻ ഒരു ഇസ്രയേലിനായിരിക്കുന്ന ഒരു അടിമയെ പോലെ വർക്ക് ചെയ്യുമായിരുന്നു. ഇതാണ് ഇവിടുത്തെ ജോലിയുടെ പ്രത്യേകത. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ രാവിലെ 10 മണിക്ക് ഓഫീസ് തുടങ്ങുക, 4 മണിക്ക് അവസാനിക്കുക, 5 മണിക്ക് അവസാനിക്കുക, ആ രീതിയല്ല. ഇവിടെ എല്ലാ കമ്പനികളും, എല്ലാ ഫാക്ടറികളും, എല്ലാ ഓഫീസുകളും, കമ്പനികളൊക്കെ ആണെങ്കിൽ ഇവിടെ 4 മണിക്ക് തുടങ്ങുന്ന കമ്പനികളുണ്ട്. 4 മണി മുതൽ 7 മണി വരെ, അല്ലെങ്കിൽ മാക്സിമം 8 മണിക്ക് മുമ്പ് എല്ലാ കമ്പനികളും ഓഫീസുകളും തുടങ്ങിയിരിക്കും. ഇവിടുത്തെ സ്കൂളുകളെല്ലാം തന്നെ 6 മണിക്ക് തുടങ്ങും, അല്ലെങ്കിൽ 7 മണിക്ക് തുടങ്ങും. ഇവിടെയുള്ള തൊഴിലാളികളുടെ, ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരുടെ ഏത് തൊഴിലായിരുന്നാലും, ഡോക്ടർ ആയിരുന്നാലും, എഞ്ചിനീയർ ആയിരുന്നാലും, ഡോക്ടർ ആയിരുന്നാലും, ആരാണെങ്കിലും 6 മണിക്ക് അല്ലെങ്കിൽ 7 മണിക്ക് ജോലി തുടങ്ങിയിരിക്കും. ഒരു റോഡ് വർക്കർ ആണെങ്കിൽ 6 മണിക്ക് അല്ലെങ്കിൽ 7 മണിക്ക് ജോലി തുടങ്ങിയിരിക്കും. ഒരു ഹൗസ് കീപ്പർ ആണെങ്കിൽ 6 മണിക്ക് ജോലി തുടങ്ങിയിരിക്കും, അല്ലെങ്കിൽ 7 മണിക്ക് ജോലി തുടങ്ങിയിരിക്കും. ഇവിടെ 10 മണിക്ക് ജോലി തുടങ്ങുന്ന പ്രശ്നമേ ഇല്ല. ഇങ്ങനെ ഓരോ തൊഴിലാളികളുടെയും അവരുടെ ബ്രെയിന്, അവരുടെ ബുദ്ധിശക്തി, അവരുടെ കഴിവ്, അവരുടെ എനർജി, അവരുടെ മുഴുവൻ സർവസ്വവും ആ ജോലിക്ക് വേണ്ടി അവർ ഉപയോഗിക്കുക. അത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ് ഇവിടെ. അപ്പോൾ ഇവിടെ വെറുതെ പണം ലഭിക്കുകയല്ല. ഞാൻ പണ്ട് നമ്മുടെ നാട്ടിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത് മരത്തെ പിടിച്ച് കുലുക്കുമ്പം $1 വരുമെന്ന് ചിന്തിക്കുന്ന ഒരു ലോകമായിരുന്നു നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ ഉള്ളവർ. അങ്ങനെയല്ല. ഇവിടെ ഞാൻ വന്ന് കണ്ട് മനസ്സിലാക്കിയപ്പോൾ മനസ്സിലായി, ഇവിടുത്തെ ജോലി ചെയ്യുന്നവർ നമ്മുടെ നാട്ടിൽ ഒരാൾ ചെയ്യുന്ന ജോലിയുടെ 4 ഇരട്ടി അവർ ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് അവർക്ക് ഓരോ മണിക്കൂറും $1 ലഭിക്കുന്നത്. അത് ഹൗസ് കീപ്പർ ആണെങ്കിലും, റോഡ് പണിക്കാരനായിരുന്നാലും, അല്ലെങ്കിൽ ഒരു ഏത് ജോലി, താഴേക്കിടലുള്ളവനായിരുന്നാലും, ഉയർന്ന ജോലിയാണെങ്കിലും താണ ജോലിയായിരുന്നാലും, അവരുടെ രക്തം വിയർപ്പാക്കി കൊടുത്തതിന് ശേഷമാണ് അവർക്ക് ആ $1 ലഭിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ എറണാകുളത്തായ സമയത്ത് വേണാടിന് തിരുവല്ലായിൽ നിന്നും അല്ലെങ്കിൽ ചെങ്ങന്നൂരിൽ നിന്നൊക്കെ, കോട്ടയത്തു നിന്നൊക്കെ ആൾക്കാർ ജോലിക്ക് എറണാകുളത്ത് വരുന്നവർ 9 മണി 9:30 ആകും വേണാട് എറണാകുളത്ത് വരുമ്പോൾ. അവിടുന്ന് പിന്നെ ഇറങ്ങി പിടിച്ച് ഓടി ബസ് സ്റ്റാൻഡിൽ വന്ന്, അല്ലെങ്കിൽ മട്ടാഞ്ചേരിയിലോ ഫോർട്ട് കൊച്ചിയിലോ അല്ലെങ്കിൽ കച്ചേരിപ്പട്ടിലോ എവിടേക്ക് പോകണമെങ്കിൽ ബസ് കയറി പോകണം. അവിടെ ബസ് കയറാൻ നിന്ന് ബസ് കയറി ഓഫീസിൽ ചെല്ലുമ്പോൾ 10 or 11 മണിയാവും. മട്ടാഞ്ചേരിയിലോ ഫോർട്ട് കൊച്ചിയിലോ ഒക്കെ പോയി ജോലി ചെയ്യേണ്ടവരെങ്കിൽ ബസ് കയറി ചെന്ന് കഴിയുമ്പോൾ 11 മണി 11:30 ആവും. അപ്പോൾ ഓഫീസ് തുടങ്ങുന്നത് ശരിക്കും നമ്മുടെ ഒരു 11:30 12 ആവും. പിന്നെ ജോലി, പിന്നെ ലഞ്ച് ബ്രേക്ക്,
പിന്നെ ഒരു ചായ കുടി, പാരായണം എല്ലാം കഴിയുമ്പോൾ നമ്മൾ എന്താ വർക്ക് ചെയ്യുന്നത്? അവിടെ ഓഫീസിലുള്ളവർ തൊഴിലാളികൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഒരു പാടത്ത് പണിയുന്നവൻ അല്ലെങ്കിൽ ഒരു 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 കൂലിപ്പണിക്ക് വരുന്നവൻ, അവന് രാവിലെ കാപ്പി കുടി, പിന്നെ അവനൊരു ഇടയ്ക്കൊരു ചായ കുടി, പിന്നെ ഊണ്, പിന്നെ അവന് അത് കഴിയുമ്പോൾ ഒരു ചായ കുടി, പിന്നെ വൈകിട്ടൊരു ഒരു ഒരു നല്ല ചായ കുടി, ഇതെല്ലാം കൂടെ കഴിയുമ്പം എത്ര മണിക്കൂറാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്? ഇവിടെ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർ അവനെ കൈക്കൂലി വാങ്ങിക്കാതെ ജോലി ചെയ്യുക. അവർ ഒരു ഓഫീസിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ മേ ഹെൽപ്പ് യു എന്ന് അവർ ചോദിക്കും. നമ്മുടെ ആവശ്യങ്ങൾ അവർ അന്നേരം നിറവേറ്റി തരും. ഇതൊക്കെയാണ് ഇവിടുത്തെ ജോലിയുടെ. ഇങ്ങനെയാണ് ഈ രാജ്യം അഭിവൃദ്ധി പ്രാപിക്കുന്നത്. നമ്മൾ വിചാരിക്കും അമേരിക്കയും കാനഡയും പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ എങ്ങനെ അഭിവൃദ്ധി പ്രാപിക്കുന്നത്? ഇവിടുത്തെ ആൾക്കാർ അൺകറപ്റ്റഡ് ആയിട്ട് ജോലി ചെയ്യുന്നതുകൊണ്ടാണ്. കറപ്ഷൻ ഉണ്ടെങ്കിൽ ഏകദേശം 1% കാണുമായിരിക്കും, അത്രയേ ഉള്ളൂ. എല്ലാം ജെനുവിനായിട്ട് വർക്ക് ചെയ്യുന്നവർ ഹാർഡ് വർക്കേഴ്സാണ്. അങ്ങനെയാണ് അവർ ഓരോ മണിക്കൂറിനും അവർ ഡോളർ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളവരുടെ പണമാണ് ഇവർ 5 ദിവസം വർക്കിന് ശേഷം ഞായറാഴ്ച സ്യൂട്ടിട്ട് ടൈ കെട്ടി അവർ ചർച്ചയിൽ വരും. നമ്മൾ വിചാരിക്കും, ഞാൻ പണ്ട് വിചാരിച്ചുകൊണ്ടിരുന്നത്, നാട്ടിൽ വെച്ച് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്, ഈ സ്യൂട്ടും ടൈയും ഒക്കെ കെട്ടി സായിമാർ വരുമ്പോൾ, നമ്മുടെ മിഷണറിമാരൊക്കെ വരുമ്പോൾ, നാട്ടിൽ വരുമ്പോൾ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇവരെല്ലാം ഇവിടെ അമേരിക്കയിലുള്ളവരെല്ലാം ഇങ്ങനെയാണെന്ന്. അങ്ങനെയല്ല. അവർ 5 ദിവസം വർക്ക് ചെയ്യും, അല്ലെങ്കിൽ 6 ദിവസം വർക്ക് ചെയ്യും. ഞായറാഴ്ച എല്ലാം സ്യൂട്ടും ഈ ചിലപ്പോൾ ടീഷർട്ടായിരിക്കും, ചിലപ്പോൾ ഒരു ഷോർട്ട്സ് ആയിരിക്കും അവർ ധരിക്കുന്നത്. ഞായറാഴ്ച ആകുമ്പോൾ അവർ സ്യൂട്ടും ടൈയും ഒക്കെ കെട്ടി ചർച്ചയിൽ വരും. നമ്മൾ നോക്കുമ്പം അവർ വെൽറ്റുഡുവാണ്. അതല്ല കേസ്. ഇവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ രാജ്യം ഇങ്ങനെ അഭിവൃദ്ധി പ്രാപിച്ചിരിക്കുന്നത്. ഹാർഡ് ഏൺഡ് മണിയാണ് ഈ യോഹന്നാൻ ബിഷപ്പിന് ലഭിച്ചത്. അല്ലാതെ ഇവിടെ ബിഷപ്പിന് തന്നെ അറിയാം, ഇപ്പോൾ യോഹന്നാൻ ഈ ബിഷപ്പിന് തന്നെ അറിയാം അദ്ദേഹം ഗ്യാസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്ത് എങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തതാണ്. അപ്പോൾ ഈ ഓരോ ഹാർഡ് ഏൺഡ് മണിയും ഡൊണേഷനായിട്ട് $25, $50, $30, $40, $100 ഇങ്ങനെ ഡൊണേഷൻ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിശ്വാസികൾ കൊടുത്തപ്പോൾ ഇത് വലിയൊരു എമൗണ്ടായി മാറി. അങ്ങനെയാണ് തനിക്ക് പണം ലഭിച്ചത്. അത് വീണ്ടും തൻ്റെ പ്രസംഗം പാസ്റ്റർമാർ സപ്പോർട്ട് ചെയ്തു. പാസ്റ്റർമാർ സദേൺ ബാപ്റ്റിസ്റ്റിലെയും മെത്തഡിസ്റ്റിലെയും ഇൻഡിപെൻഡൻറ്റ് ചർച്ചുകളിലെയും പാസ്റ്റർമാർ സപ്പോർട്ട് ചെയ്തു. അവർ പറഞ്ഞു, വിശ്വാസികളോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഈ GF വേണ്ടി അല്ലെങ്കിൽ ഗോസ്പൽ ഫോർ ഏഷ്യയ്ക്ക് വേണ്ടി സഹായിക്കണമെന്ന് പറഞ്ഞു. അവിടെ സപ്പോർട്ടോടു കൂടെ പണം ധാരാളം ഒഴുകാൻ തുടങ്ങി. മാത്രമല്ല, രണ്ടാമത്തെ പണം ലഭിച്ചത് ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ ഈ വിൽസ് പോയിൻ്റ് എന്ന് പറയുന്ന ടെക്സാസിലെ അദ്ദേഹത്തിൻ്റെ ക്യാമ്പസിൽ 600 ഏക്കറോളം സ്ഥലമുണ്ട്. അവിടെ ആൾക്കാർക്ക് താമസിക്കാൻ സൗകര്യമുണ്ട്. അവിടെ ഇത് വളർന്നു കഴിഞ്ഞപ്പോൾ ആയിരക്കണക്കിന് പേര് വർക്ക് ചെയ്യാൻ അവിടെ കടന്നു വന്നു. എങ്ങനെയാണ്? അവരുടെ ജോലിയെല്ലാം ഉപേക്ഷിച്ച് ഇവിടുത്തെ വിശ്വാസികളായിരിക്കുന്ന പ്രൊഫഷണലായിട്ട് ആൾക്കാർ, എനിക്കറിയാം, ഒരു CPA കാരനെ കുറിച്ച് എനിക്കറിയാം, ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, ഇവിടുത്തെ CPA എന്നാണ് പറയുന്നത്, സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻറ്റ്. അദ്ദേഹം എല്ലാം റിസൈൻ ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ വന്ന് ഇദ്ദേഹത്തിന് വേണ്ടി വർക്ക് ചെയ്യുക, ചാർട്ടേഡ് അക്കൗണ്ട് വർക്ക് ചെയ്യുക. അദ്ദേഹത്തിൻ്റെ എല്ലാം ഉപേക്ഷിച്ച് അടുത്ത വീടും കൂടും എല്ലാം വിട്ട് ഇദ്ദേഹത്തിൻ്റെ ക്യാമ്പസിൽ വന്ന് താമസിച്ച് ജോലി ചെയ്യുക. അതുപോലെ പല നല്ല പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാർ, ITA ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ പല പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാർ അവിടെ കടന്നു വന്ന്, പല ആൾക്കാരും അവിടെ കടന്നു വന്ന് താമസിച്ച് അവരുടെ സ്ഥലവും വസ്തുവകയെല്ലാം വിറ്റ് ഈ GF ഡൊണേറ്റ് ചെയ്തതിന് ശേഷം അവിടെ താമസിച്ച്, നമ്മുടെ ഇന്ന് അമൃതാനന്ദമയിയുടെ അവിടെ വന്ന് സായിമാരൊക്കെ തമ്പടിക്കുന്ന പോലെ ഇദ്ദേഹത്തിൻ്റെ ക്യാമ്പസിൽ വന്ന് താമസിച്ച് പ്രവർത്തിച്ചവരുണ്ട്. അവരുടെ പണവും ഇദ്ദേഹത്തിന് ലഭിച്ചു. അവസാനം ഇങ്ങനെ ധാരാളം പണമായപ്പോൾ ഇദ്ദേഹം ഈ പണമെല്ലാം എവിടെ പോകുന്നു? ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ അദ്ദേഹത്തിന് വരാൻ തുടങ്ങി, $millions. അത് അക്കൗണ്ട് ഇല്ലാതെ അദ്ദേഹത്തിന് ട്രാൻസ്പെറൻസി ഇല്ലാതായിപ്പോയി. അവർ നോക്കുമ്പോൾ അവർ ട്രാൻസ്പെറൻസിയാണ് നോക്കുന്നത്, എവിടെ പോയി പണം, എങ്ങനെ വിനിയോഗിച്ചു. ഈ ഹാർഡ് ഏൺഡ് മണി, ഇവരുടെ ഈ പാവപ്പെട്ട വിശ്വാസികളുടെ അവരുടെ രക്തം വിയർപ്പാക്കി ഉണ്ടാക്കിയ പണത്തിൻ്റെ അംശം അവർ ഡൊണേഷനായിട്ട് ഈ പാവപ്പെട്ട വിശ്വാസികളെ സഹായിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഈ അണ്ടർ ഡെവലപ്ഡ് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രി ആയിരിക്കുന്ന ഇന്ത്യയും അതുപോലെ ഏഷ്യയിലുള്ള രാജ്യങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി, അവിടുത്തെ ചേരികളിലും അവിടുത്തെ ഭവനരഹിതരായിരിക്കുന്നവരെ സഹായിക്കുന്നതിന് വേണ്ടി, അവിടുത്തെ വിശ്വാസികളെ സഹായിക്കുന്നതിന് വേണ്ടി, സഭ പണിയുന്നതിന് വേണ്ടി, സുവിശേഷീകരണത്തിന് വേണ്ടി, അല്ലെങ്കിൽ അതിനാവശ്യമായുള്ള ഹോസ്പിറ്റൽ പണിത് അവരെ സഹായിക്കുന്നതിന് വേണ്ടി, വിദ്യാഭ്യാസത്തിനകത്ത് സ്കൂൾ സ്ഥാപിച്ച് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി കൊടുത്തതാണ്. എന്നാൽ ഈ പണമെല്ലാം അദ്ദേഹം എവിടെ ചെലവഴിച്ചെന്നുള്ള ശരിയായുള്ള ഒരു അക്കൗണ്ട്
ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അക്കൗണ്ട് ഈ പണം ഡൊണേറ്റ് ചെയ്ത ഈ വെള്ളക്കാരായിരിക്കുന്നവരെ അതിൻ്റെ അധികാരികളെ കാണിച്ചില്ല. ഇദ്ദേഹത്തിൻ്റെ ബോർഡിൽ അനേക സായിപ്മാരുണ്ടായിരുന്നു, അനേക വ്യക്തികളുണ്ടായിരുന്നു. അനേക സദൻ ബാപ്റ്റിസ്റ്റിലെ പാസ്റ്റർമാർ ഇതിൻ്റെ ബോർഡ് മെമ്പേഴ്സായിരുന്നു. അവരുടെ മുൻപിൽ ഇദ്ദേഹത്തിന് ശരിയായിട്ട് ഒരു അക്കൗണ്ട് കാണിച്ചു കൊടുക്കാൻ ഇദ്ദേഹം അവിടെ തിരിമറി നടത്തി ഈ പണമെല്ലാം ഇന്ത്യയിലേക്ക് കടത്തി. അവസാനം ഇന്ത്യയിലുള്ള പണം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് താൻ ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നുള്ള രീതിയിൽ ആക്കി തീർത്തതായിട്ടും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതെല്ലാം ഈ വെള്ളക്കാർക്ക്, ഇവിടെയുള്ള വിശ്വാസികളായിരിക്കുന്ന പാസ്റ്റർമാരായിരിക്കുന്ന വെള്ളക്കാർക്ക് സംശയം ഉളവാക്കി. അത് അദ്ദേഹത്തിന് ഒരു വലിയ അടിയായി തീർന്നു. അദ്ദേഹം ശരിയായിട്ട് എങ്ങനെയാണ് നിങ്ങൾ ഈ പണം വിനിയോഗിക്കുന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം ശരിയായിട്ട് റിപ്പോർട്ട് ഇവിടെയുള്ള ഡൊണേഷന് കൊടുക്കാൻ തയ്യാറായില്ല. കൊടുത്തിരുന്നെങ്കിൽ ഇന്നും ഇതുപോലെ പണം കോടികൾ അദ്ദേഹത്തിൻ്റെ സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലേക്ക് ഒഴുകി വന്നാനും GFAയിലേക്ക് ഒഴുകി വന്നാനും ഇന്നും നിലയ്ക്കാത്ത രീതിയിൽ പണം വന്നുകൊണ്ടേയിരുന്നാനും. എന്നാൽ ആ വന്ന പണം താൻ ഇങ്ങനെ അത് ഒരു റിവർ പോലെ, ഒരു നദി പോലെ ഒഴുക്കി വിട്ടിരുന്നെങ്കിൽ സുവിശേഷീകരണത്തിനും ചർച്ച് പ്ലാന്റിങ്ങിന് വേണ്ടിയും വേലക്കാരെ സഹായിക്കുന്നതിന് വേണ്ടിയും ബൈബിൾ കോളേജ് സെമിനാരി സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ പാവപ്പെട്ട വിശ്വാസികളെ സഹായിക്കുന്നതിന് വേണ്ടി, കാരണം ഇവർ ഈ പണം ലഭിച്ചിരിക്കുന്നതെല്ലാം ചേരികളിലെ ആൾക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി, അനാഥരെ സഹായിക്കുന്നതിന് വേണ്ടി, അനാഥ കുട്ടികളെ സഹായിക്കുന്നതിന് വേണ്ടി, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടി, അവർക്ക് ചികിത്സ കൊടുക്കുന്നതിന് വേണ്ടി, സഭ പണിയുന്നതിന് വേണ്ടി, സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടി, വേലക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി, ഈ കാര്യങ്ങൾക്കെല്ലാം അവർക്ക് ഭവനമില്ലാത്തവർക്ക് ഭവനം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയൊക്കെയാണ് ഈ പണം കൊടുത്തിരിക്കുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് എത്രയോ കാറുകൾ, എത്രയോ വാനുകൾ, എത്രയോ ബൈസൈക്കിൾ, മോട്ടോർ സൈക്കിളൊക്കെ തുരുമ്പ് പിടിച്ച് പോയിട്ടുണ്ട്, അവകാശികളില്ലാതെ കൊടുക്കുവാൻ, അതിൻ്റെ പ്രോപ്പർ പീപ്പിളിന് കൊടുക്കാൻ കഴിയാതെ. അപ്പോൾ ഈ ഹാർഡ് ഏൺഡ് മണി, ഇത് ദൈവമക്കളുടെ കണ്ണുനീരിൻ്റെ പണമാണ്, രക്തം വിയർപ്പാക്കിയതിൻ്റെ പണമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ ചെയ്യുന്ന പോലെ അവർ 400 കോടി കള്ളപ്പണം ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങിയിട്ട് അല്ലെങ്കിൽ വാങ്ങിയിട്ട് $200 കോടി പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന രീതിയായിപ്പോയി KP യോഹന്നാൻ്റെ ഈ പ്രവർത്തനങ്ങളെല്ലാം. ബാക്കിയെല്ലാം അദ്ദേഹം ഈ പ്രോപ്പർട്ടിയിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്യാൻ, ആര് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്തത്? ഈ പാവപ്പെട്ട ജനത്തിൻ്റെ കാശ്, ഈ പണമല്ല. ഇതെല്ലാം ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ മുമ്പിലും മനുഷ്യന് മുമ്പിലും നേരായി നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയാതെ പോയെന്നുള്ളത് ദുഃഖകരമായ അവസ്ഥയാണ്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത് 2 തീമോഥെയോസ് 4-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ 7-ാം വാക്യത്തിൽ പറയുന്നത്, നല്ല പോർ പൊരുതു, ഓട്ടം തികച്ച് വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് തുടക്കം നന്നായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് നല്ല പോർ പൊരുതു, ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് അങ്ങനെ ഒരു അന്ത്യത്തിലേക്ക് തനിക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല. അദ്ദേഹത്തെ കർത്താവാണ് ജഡ്ജ് ചെയ്യേണ്ടത്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് എങ്ങനെയുള്ളവരുടെ പണമാണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ വന്നെന്നുള്ളത് ഓർക്കുമ്പോൾ എനിക്ക് ദുഃഖം തോന്നുന്നു. കാരണം എനിക്കറിയാം എൻ്റെ സഭയിൽ കടന്നു വരുന്ന വിശ്വാസികൾ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്താണ് അവർ പണം ഉണ്ടാക്കുന്നുള്ളത് എനിക്ക് വളരെ ബോധ്യമുണ്ട്. അല്ലെങ്കിൽ എന്നെ സഹായിക്കുന്ന വ്യക്തികൾ അവരെങ്ങനെ എത്രയോ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അവർ പണം ഉണ്ടാക്കുന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വളരെ ബോധ്യമുണ്ട്. അത് നമ്മൾ എങ്ങനെ വിനിയോഗിക്കണം, എങ്ങനെയായിരിക്കണം അത് ചിലവാക്കേണ്ടത്, എന്തിനു വേണ്ടിയാണ് ആ പണം തരുന്നത്, നമ്മൾ എത്രമാത്രം KP യോഹന്നാൻ ഒരിക്കൽ പ്രസംഗിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇന്ത്യയിലുള്ള ചേരികളിലുള്ള, ഇന്ത്യയിലും ബംഗ്ലാദേശിലും നേപ്പാൾ, സിക്കിം, ഭൂട്ടാൻ, ഏഷ്യൻ രാജ്യങ്ങളിലുള്ള ചേരികളിലും അതുപോലെ ആദിവാസികളിലും ഭവനവിരഹിതരായിട്ടും ഉള്ള അനാഥരെയും വിധവമാരെയും അതുപോലെ അവരുടെ ശോച്യാവസ്ഥയും അവർ കുളിക്കാതെയും നനയ്ക്കാതെയും അവർക്ക് നല്ല ഭക്ഷണമില്ലാതെ ഇരിക്കുമ്പോൾ എൻ്റെ സങ്കടം സഹിക്കാതെ ഞാനൊരു നല്ല സോപ്പ് പോലും ഉപയോഗിച്ച് ഞാൻ കുളിക്കാറില്ല, ബാർ സോപ്പാണ് ഉപയോഗിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ ഞാൻ കേട്ടതാണ്. ഇങ്ങനെ പോലും പറഞ്ഞ വ്യക്തിയാണ് KP യോഹന്നാൻ. പക്ഷേ അദ്ദേഹത്തിന് തുടക്കം ആ നല്ല ദർശനത്തോട് തുടങ്ങിയ ആ പ്രവൃത്തി അദ്ദേഹം അന്ത്യം വരെ അത് സൂക്ഷിച്ചിരുന്നെങ്കിൽ, ഒരു അക്കൗണ്ടബിൾ പേഴ്സൺ ആയിരുന്നെങ്കിൽ, ഈ ബോർഡ് മെമ്പേഴ്സിൽ സായിമാരായിരിക്കുന്ന ബോർഡ് മെമ്പേഴ്സിനെ ആ പണത്തിൻ്റെ പോക്കും അതെങ്ങനെ എങ്ങനെ ചിലവാക്കുന്നുള്ളതിനെക്കുറിച്ച് ശരിയായ ഒരു അക്കൗണ്ടബിലിറ്റി തനിക്കുണ്ടായിരുന്നെങ്കിൽ, ഒരു ട്രാൻസ്പെറൻസി ഉണ്ടായിരുന്നെങ്കിൽ, ഇന്നും GFA ഗോസ്പൽ ഫോർ ഏഷ്യയ്ക്ക് വരുന്ന പണം പോലെ ലോകത്തിൽ ഒരു സംഘടനയ്ക്കും ലഭിക്കുകയില്ലായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ മെസ്സേജും അദ്ദേഹത്തിൻ്റെ ആഹ്വാനവും അദ്ദേഹം ഈ വിശ്വാസികളെയും പാസ്റ്റർമാരെയും ധരിപ്പിച്ച കാര്യങ്ങളുമെല്ലാം തന്നെ
താൻ ഈ ജനത്തിനെ, പാവപ്പെട്ട ജനത്തെ സഹായിക്കുന്നതിന് വേണ്ടി എൻ്റെ ഹൃദയം തേങ്ങുന്നു, അവരുടെ കഷ്ടപ്പാടിൽ എൻ്റെ ഹൃദയം തേങ്ങുന്നു എന്നുള്ള ആഹ്വാനം പലപ്പോഴും തന്നെ മെസ്സേജിലുണ്ടായിരുന്നു. അവരെ എങ്ങനെ കർത്താവിലേക്ക് കൊണ്ടുവരും? അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു പ്രാവശ്യം പോലും സുവിശേഷം കേൾക്കാത്ത വ്യക്തികളെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും രാജ്യത്തെക്കുറിച്ചും നിങ്ങൾക്ക് ഭാരമില്ലേ? നിങ്ങൾ 100 തവണ അല്ല 1000 തവണ റിപ്പീറ്റഡായിട്ട് സുവിശേഷം കേൾക്കുമ്പോൾ ഒരു തവണ പോലും സുവിശേഷം എത്താത്ത ഗ്രാമാന്തരങ്ങൾ, ആദിവാസി ജനങ്ങൾ, ചേരി നിവാസികൾ, ഇവരെയാണ് താൻ ഫോക്കസ് ചെയ്ത് പറയുന്നത്. അവർക്ക് വേണ്ടിയാണ് ഈ പാവപ്പെട്ട ജനങ്ങൾ, ഇവിടുത്തെ അമേരിക്കയിലെ ജനങ്ങൾ എല്ലാവരും പണക്കാരല്ല. ഞാൻ പറഞ്ഞില്ല, 10% മാത്രമേ ഉള്ളൂ. അവരുടെ ഹാർഡ് ഏൺഡ് മണി, അവരുടെ രക്തം വിയർപ്പാക്കിയ പണമാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് അത് ശരിയായി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി, ദൈവരാജ്യ പണിക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ദുഃഖകരമായ അവസ്ഥയാണ്. മാത്രമല്ല, അദ്ദേഹത്തിന് പിൽക്കാലത്ത് തന്നെ ഭയമുണ്ടായി എന്നുള്ളതാണ് ഉള്ളിൽ. അദ്ദേഹത്തിന് എല്ലാ സദേൺ ബാപ്റ്റിസ്റ്റ് എല്ലാം ഉപേക്ഷിച്ചു തന്നെ. നമുക്കറിയാം, കാനഡയിലും അമേരിക്കയിൽ തന്നെ $34 മില്യൺ കേസാണ് താൻ കൊടുത്താണ് അതിൽ നിന്ന് താൻ ഊരിപ്പോകുന്നത്. അമേരിക്കയിൽ തന്നെ ഒരു കേസ്, ടെക്സാസിൽ ഒരു കേസ് തനിക്കുണ്ടായിട്ട് $34 ബില്യൺ തിരിച്ചു കൊടുക്കേണ്ടി വന്നു. അതുപോലെ കാനഡയിൽ തനിക്ക് കേസുണ്ട്, പലയിടത്തും തനിക്ക് കേസുണ്ട്. അതെല്ലാം പണം കൊടുത്താണ് തനിക്ക്. എവിടുന്നാണ് ഈ പണം ലഭിച്ചത്? ആരാണ് ഈ 34 ബില്യൺ കൊടുത്തത്? എങ്ങനെയാണ് കാനഡയിലെ കേസ് സെറ്റിലാകാൻ പോകുന്നത്? എവിടുന്ന് ആരുടെ പണമാണിത്? ഇതെല്ലാം പാവപ്പെട്ട വിശ്വാസികളുടെ കണ്ണുനീരിൻ്റെ പണമാണ്. ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരം, ആത്മാക്കളെക്കുറിച്ചുള്ള ദർശനം. ഈവൻ ഗോസ്പൽ ഫോർ ഏഷ്യയ്ക്ക് വേണ്ടി പണം പിരിക്കുന്ന വിശ്വാസികൾ തന്നെ ഓരോ സഭകളിലും ഉണ്ടായിരുന്നു. ഈ സദേൺ ബാപ്റ്റിസ്റ്റ് ചർച്ചിലും മെത്തഡിസ്റ്റ് ചർച്ചിലും അതുപോലെ ഇൻഡിപെൻഡൻറ്റ് ചർച്ചുകളിലും വിശ്വാസികൾ പോലും അത് ഏറ്റെടുക്കുക. കാരണം അദ്ദേഹത്തിൻ്റെ പ്രസംഗം അത്രമാത്രം ഹൃദയത്തെ അലിയിപ്പിക്കുന്നതായിരുന്നു. കാരണം പാവപ്പെട്ട ജനത്തെക്കുറിച്ചും, സുവിശേഷം അറിയാത്ത ജനത്തെക്കുറിച്ചും, കഷ്ടപ്പെടുന്ന ജനത്തെക്കുറിച്ചും, ഭവനമില്ലാത്തവരെക്കുറിച്ചും, ആദിവാസികളെക്കുറിച്ചും, ലളിതരെക്കുറിച്ചും, അല്ലെങ്കിൽ ചേരികൾ താമസികളെക്കുറിച്ച് പറഞ്ഞു ജനങ്ങളുടെ ഹൃദയത്തെ ഇങ്ങനെ ആകർഷിക്കുമായിരുന്നു താൻ. ഏതായിരുന്നാലും ദുഃഖകരെന്ന് പറയട്ടെ, താൻ തുടക്കം നന്നായിരുന്നു, എന്നാൽ തൻ്റെ അവസാനം താനത് ഈ പണമെല്ലാം, പാവപ്പെട്ട ജനത്തിൻ്റെ പണമെല്ലാം കൈക്കൂലി കൊടുക്കുന്നതിന് വേണ്ടിയും, രാഷ്ട്രീയക്കാർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയും, വക്കീലന്മാർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയും, സ്ഥാവര ജംഗമങ്ങൾ ഏകദേശം 14,800 ഏക്കറുകൾ സ്ഥലങ്ങൾ തനിക്ക് ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിലുണ്ട്, ഇന്ത്യയുടെ വിവിധ പട്ടണങ്ങളിലുണ്ട്, വലിയ വലിയ പട്ടണങ്ങളിലുണ്ട്, സ്ഥാപനമുണ്ട്. ഇതെല്ലാം ഇനി ആര് കൊണ്ടുപോകും? എങ്ങനെ കൊണ്ടുപോകും? ഇതിനൊരു ഓർഡർ ഉണ്ടോ? മാത്രമല്ല, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇദ്ദേഹത്തിൻ്റെ മക്കളെ 2 പേരെയും ഇതിൻ്റെ തലപ്പത്ത് കൊണ്ടുവന്ന് അവരെ ഈ കാര്യങ്ങൾ ഏൽപ്പിച്ചിരുന്നെങ്കിൽ അവർ ഇത് നയിച്ചുകൊണ്ട് പോയാനും. എന്നാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള പേടി കാരണം അവരുടെ മക്കളെ ഉന്നത ശ്രേണിയിലേക്ക് കൊണ്ടുവരാനായിട്ട്, അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തെ പോലെ പ്രസംഗിക്കാനും, അദ്ദേഹത്തെ പോലെ പ്രവർത്തിക്കാനും, അദ്ദേഹത്തിൻ്റെ വിഷനോടുകൂടെ അവരെ വളർത്തിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പിന്നീട് അദ്ദേഹത്തിന് പേടിയായിപ്പോയി. തന്നെ ഉപദ്രവിക്കുമോ, മക്കളെ ഉപദ്രവിക്കുമോ, ഇനി എൻ്റെ ഭാവി എന്തായിത്തീരും, എൻ്റെ മക്കളുടെ ഭാവി എന്തായിത്തീരും എന്നുള്ള ഭയം കെ.പി. യോഹന്നാൻ ഇല്ലാതില്ല. കാരണം താൻ അത്രമാത്രം ദൈവസന്നിധിയിലും മനുഷ്യന് മുമ്പിലും നേരായിരുന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ദൈവം തന്നെ ജഡ്ജ് ചെയ്യട്ടെ, ഞാൻ വിധിക്കാൻ ആളല്ല. എന്നാൽ ഇവിടുത്തെ പാവപ്പെട്ട ജനത്തിൻ്റെ, വിശ്വാസികളുടെ ഹാർഡ് ഏൺഡ് മണി, ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ പണം, $25, $50, $100 അങ്ങനെയുള്ള പണമാണ് കൂടുതലും എനിക്ക് ലഭിച്ചിരിക്കുന്നത്. ഓരോ മാസവും ലഭിക്കുകയാണ് GF-ന്. പ്രിയ ദൈവമക്കളെ, ഇന്ത്യയിലുള്ള മിക്കവാറും ക്രിസ്തീയ വേലക്കാരുടെ, നേതാക്കന്മാരുടെ പ്രവൃത്തി ഇങ്ങനെ തന്നെ. അവർക്ക് പണം വന്നു കഴിയുമ്പോൾ അവരുടെ എല്ലാ സ്വഭാവങ്ങളും മാറുകയാണ്. അവരുടെ സ്വന്തം, അവരുടെ വീട്, അവരുടെ കാറ്, അവരുടെ മക്കൾ, ഇത് കഴിഞ്ഞുള്ള കാര്യമേ ഉള്ളൂ കർത്താവിൻ്റെ വേലയെന്ന് പറയുന്നത്. പണം ലഭിക്കുന്നതോ ഇവിടെയുള്ള പാവപ്പെട്ട വെള്ളക്കാരുടെ ഹാർഡ് വർക്ക് ചെയ്തുണ്ടാക്കുന്ന പണത്തിൻ്റെ ഒരംശം അവർ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നതിന് ഇവർ കരഞ്ഞും നിലവിളിച്ചും പ്രസംഗിക്കുന്നത് കേട്ട് വിഷനും ദർശനവും എല്ലാം കാര്യമായിട്ടാണ് പറയുന്നത്. പക്ഷേ പണം ലഭിച്ചു കഴിയുമ്പോൾ അവരുടെ സ്വഭാവങ്ങൾ മാറുകയാണ്. ഇതെല്ലായിടത്തും നമ്മൾ കാണുന്നുണ്ട്. ഇന്നുള്ള മിക്കവാറും നേതാക്കന്മാരുടെ ദാരുണമായ അന്ത്യവും ദാരുണമായ പ്രവൃത്തി പതനവുമാണ് നമ്മൾ കാണുന്നത്. ഏതായിരുന്നാലും ദൈവം ജഡ്ജ് ചെയ്യട്ടെ. ഏതായിരുന്നാലും ഇത് നിങ്ങളുടെ മുൻപിൽ ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ, അമേരിക്കയിൽ ജീവിക്കുന്ന എനിക്ക്
അദ്ദേഹത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിയാവുന്നത് പറഞ്ഞില്ലെങ്കിൽ കർത്താവിൻ്റെ അനേക ദൈവദാസന്മാർ എന്നോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ കാര്യം. വളരെ ദുഃഖത്തോട് പറഞ്ഞിരിക്കുന്ന വ്യക്തികളും ഇല്ലാതില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ പണം എങ്ങനെ ലഭിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ആലോചന പറയുവാൻ എനിക്ക് പ്രേരണ ലഭിച്ചുകൊണ്ടാണ് ഞാനിത് പറഞ്ഞിരിക്കുന്നത്. ഏതായിരുന്നാലും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പല വ്യാജമായുള്ള വിവരങ്ങളും 90,000 1,00,000 അനാഥ കുഞ്ഞുങ്ങളെ താൻ സംരക്ഷിക്കുന്നുണ്ട്, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടാണ് അദ്ദേഹം ഇവിടുത്തുള്ള സദേൺ ബാപ്റ്റിസ്റ്റ് ചർച്ചിനും അതിൻ്റെ പാസ്റ്റർമാർക്കും കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ ബോർഡ് മെമ്പേഴ്സിനും കൊടുത്തിരിക്കുന്നത്. അതിനെല്ലാം തെളിവുകളുണ്ടോ, അങ്ങനെയുള്ള കുട്ടികളെ അദ്ദേഹം നോക്കുന്നുണ്ടോ ഒന്നും എനിക്കറിയത്തില്ല. ഏതായിരുന്നാലും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യമാണെങ്കിൽ ദൈവത്തിന് മുമ്പിൽ അദ്ദേഹം കണക്ക് കൊടുക്കട്ടെ. ഏതായിരുന്നാലും വീണ്ടും ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. അമേരിക്കയിൽ ഒരു ക്യാമ്പസിൻ്റെ മുൻപിൽ കൂടെ പോകുന്ന റോഡോ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ഏരിയയിൽ കൂടെ പോകുന്ന റോഡിൽ പ്രത്യേകമായിട്ട് ഗവൺമെൻറ് എഴുതി വച്ചിട്ടുണ്ട്, അതിൻ്റെ 15 മൈൽ സ്പീഡിൽ കൂടുതൽ ഈ വഴിയിൽ പോകാൻ പാടില്ല എന്ന് പ്രത്യേകമായിട്ട് ഇവിടെ ഒരു ക്യാമ്പസിൻ്റെ മുൻപിലുള്ള റോഡിലാണിരുന്നാലും ആൾക്കാർ താമസിക്കുന്ന ഇടങ്ങളിലുള്ള റോഡിലാണ് എഴുതി വച്ചിട്ടുണ്ട്. മാത്രമല്ല ഇതെല്ലാം വൺ വേ ആയിട്ടാണ് ഇവിടെ. ഒരു സ്ഥലത്തേക്ക് പോകുന്ന റോഡിൽ കൂടെ മറ്റൊരു വണ്ടി വരികയില്ല, എല്ലാം വൺ വേ ആണ് ഇവിടെ എല്ലാം. അപ്പോൾ ഒരു ചെറിയ റോഡായിരുന്നാൽ പോലും അവിടെ രണ്ട് സ്ഥലത്തേക്കും പോകാൻ, ഇടത്തും വലത്തും പോകാൻ പ്രത്യേക പാതകളാണുള്ളത്. പിന്നെ എങ്ങനെയാണ് ഈ 15 മൈൽ കൂടുതൽ സ്പീഡ് ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു ക്യാമ്പസിൻ്റെ ഈ വിൽസ് പോയിൻ്റ് എന്ന് പറയുന്ന ടെക്സസിലെ ഈ ക്യാമ്പസിൻ്റെ KP യോഹന്നാൻ്റെ ഈ GFAയുടെ ക്യാമ്പസിൻ്റെ മുൻപിലുള്ള ഈ റോഡിൽ എത്രമാത്രം സ്പീഡിൽ വന്നിട്ടാണ് അദ്ദേഹത്തെ ഇടിച്ച് തെറിപ്പിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയാത്തത്. ഏതായിരുന്നാലും ഇത് അദ്ദേഹത്തിന് അമേരിക്കയിൽ ശത്രുക്കൾ ഇല്ലെന്ന് പറയാൻ കഴിയില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനം മൂലം അമേരിക്കയിലെ ഇവിടുത്തുള്ള വെള്ളക്കാരുടെ ഇടയിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തെക്കുറിച്ച് വിദ്വേഷമുണ്ടായിട്ടുണ്ട്, അദ്ദേഹത്തെക്കുറിച്ച് ഒരു വെറുപ്പുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഏതായിരുന്നാലും ദൈവം എല്ലാം വിധിക്കട്ടെ. ഏതായാലും ഇത് പറഞ്ഞില്ലെങ്കിൽ അതൊരു ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയാണ്. കാരണം പാവപ്പെട്ട വിശ്വാസികളുടെ പണം അദ്ദേഹം ഇങ്ങനെ ദുരുപയോഗം ചെയ്തു എന്നുള്ളത് കർത്താവിൻ്റെ വേലയുടെ രാജ്യത്തിൻ്റെ കെട്ടിപ്പണിക്ക് വേണ്ടി വിനിയോഗിച്ചില്ല. ഇനി അദ്ദേഹം അടുത്ത ഒരു വ്യക്തിയെ വാർത്തെടുക്കാനും, വിശ്വസ്തനായിരിക്കുന്ന ഒരു ആത്മീയനായിരിക്കുന്ന വ്യക്തിയെ വാർത്തെടുത്ത് ഏൽപ്പിക്കാനും കഴിയാത്ത വിധത്തിൽ അദ്ദേഹം ഇത് അനാത്മീയരെ കൊണ്ട് നിറഞ്ഞ ഒരു സംഘടനയാക്കി മാറ്റിക്കളഞ്ഞതിലും ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ടും ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.